അറബിക്കടലിൽ അഗ്നിക്കിരയായ വാൻഹായ് 503 കപ്പലിൽ പ്രവേശിക്കാൻ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞിട്ടും കപ്പൽ വലിച്ചു നീക്കേണ്ടിയിരുന്ന ടെഗ് വൈകിയെന്നതടക്കം ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കപ്പൽ ഉടമസ്ഥകൾക്ക് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ അന്ത്യശാസനം. അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്ന ടെഗായ ഓഫ്ഷോർ വാരിയർ ഇന്ധനം തീർന്നതിനാൽ ഇത് നിറയ്ക്കാനായി കൊച്ചി തുറമുഖത്തേക്ക് പോയെന്നും എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചു എന്നുള്ള ഗുരുതര വീഴ്ചയാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ കപ്പലുടമകൾക്ക് എഴുതിയ കത്തിൽ പറയുന്നത്. ദുരന്തത്തിലകപ്പെട്ട കപ്പലിലെ രക്ഷാദൗത്യത്തിനു വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കപ്പൽ കമ്പനിക്കും സാൽവേജ് കമ്പനിക്കുമെതിരെ ക്രിമിനൽ നിയമ നടപടികളും ആരംഭിക്കുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9:50 അഴീക്കൽ തീരത്ത് നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെ അഗ്നിക്കിരയായ കപ്പലിലെ തീ അണയ്ക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് കോസ്റ്റ് ഗാർഡ്. ഇതിനിടെയാണ് കപ്പൽ കമ്പനിയിൽ നിന്നും ആവശ്യമായ ഒരു സഹായവും ലഭിച്ചില്ല എന്നും വ്യക്തമാക്കുന്നത്. ഇത്ര വലിയ അപകടമാണ് മുന്നിലുള്ളതെന്നും മനസ്സിലായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൽ വന്ന വീഴ്ചയിൽ വലിയ ആശങ്കയുണ്ടെന്നും കത്തിൽ പറയുന്നു. ഗുരുതരമായ സംഭവം ഉണ്ടായിട്ട് പോലും സമയത്തിന് തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളോ ടഗുകളോ വിന്യസിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. രക്ഷാപ്രവർത്തകരെ പോലും സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ള ഓഫ്ഷോർ വാരിയർ എന്ന ടഗിന് തീ കെടുത്താനുള്ള പരിമിതമായ ശേഷി മാത്രമേ ഉള്ളൂ. ഒപ്പം ആവശ്യമായ ഫോമും ടഗിൽ ഉണ്ടായിരുന്നില്ല. ഈ ടഗ് ഇത്രയും ഗുരുതരമായ സ്ഥലത്ത് വിന്യസിച്ചത് എന്നതും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഓഫ്ഷോർ വാരിയർ രക്ഷാദൗത്യത്തിനിടെ ഇന്ധനം നിറയ്ക്കാനായി കൊച്ചി തുറമുഖത്തേക്ക് പോയി എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും കത്തിലുണ്ട്. സാൽവേജ് കമ്പനി കരാർ നിർത്തലിനായി കപ്പൽ അപകട സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. വലിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സാഹസികമായി കോസ്റ്റ് ഗാർഡ് കപ്പൽ വലിച്ചു കയറ്റാനുള്ള സംവിധാനം ഘടിപ്പിച്ചുവെങ്കിലും ഓഫ്ഷോർ വാരിയർ ടഗ് സ്ഥലത്തില്ലാതിരുന്നത് കാരണം വാൻഹായ് 503 വലിച്ചുമാറ്റൽ വൈകിപ്പിച്ചു എന്നും കത്തിൽ വ്യക്തമാക്കുന്നു. തീരത്തു നിന്നും ഇത് വലിച്ചു മാറ്റിയില്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമാണെന്ന മുന്നറിയിപ്പും കത്തിലുണ്ട്. രക്ഷാദൗത്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കാലതാമസമോ വീഴ്ചയോ ഉണ്ടായാൽ ക്രിമിനൽ നടപടികൾ അടക്കമുള്ളവ സ്വീകരിക്കും. ഈ രക്ഷാദൗത്യം പൂർണ്ണമായി നടത്തേണ്ടത് കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ വീഴ്ചകൾ വന്നാൽ കപ്പൽ ഉടമകൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങി ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കുമെതിരെയും നടപടിയുണ്ടാകും. തീ കെടുത്താനുള്ള ഉപകരണങ്ങൾ, വിദഗ്ധരായ രക്ഷാപ്രവർത്തകർ, ആവശ്യമുള്ള മറ്റു കാര്യങ്ങളെല്ലാം എത്രയും വേഗം ഏർപ്പെടുത്തിയിരിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു.